എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, persistent and recurrent intrusive thoughts, images or impulses that are experienced as disturbing, inappropriate and uncontrollable, which is known as. ഇതിനെ എന്താണ് പറയുക? നമുക്ക് കണ്ടിന്യൂസ് ആയി തോട്ട്സ് വരിക, അത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടാക്കുക, അതിന് നമ്മൾ എന്താണ് പറയുക? ആ തോട്ട്സിനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കമ്പൽഷൻ ആണോ, കൺവെൻഷൻ ആണോ, ഒബ്സെഷൻ ആണോ, ഫോബിയ ആണോ? ഏതായിരിക്കും വരിക? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് വരിക എന്നുള്ളത്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം അല്ലേ. ഒബ്സെഷൻ. നമുക്കറിയാം OCD എന്ന് പറയുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഒരു പെർഫെക്ഷനിസം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അതിന് കോമൺ ആയിട്ടൊരു ടേം യൂസ് ചെയ്യാറുണ്ട്, ഒസ്വാസ് എന്നൊക്കെ അല്ലേ, വസ്വാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് തോട്ട്സ് വരിക. വൃത്തിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർ കുളിക്കുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ, ചില സമയത്ത് ഇൻറ്റൻസിറ്റി കൂടുന്ന കേസിലൊക്കെ ഇവർ ഒരു ദിവസം മൊത്തം കുളിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓർഡർലിനെസ്, നമ്മൾ വെച്ചിട്ടുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ കറക്റ്റ് സ്ഥലത്ത് അതേ ഓർഡറിൽ അതേ ഷേപ്പിലൊക്കെ നിന്നിട്ടില്ലെങ്കിൽ അത് വരെ കൂടുതൽ ഡിസ്ട്രെസ്ഫുൾ ആക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തോട്ട്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള തോട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്സെഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള തോട്ട്സ് കാരണം ഇവർക്ക് വരുന്ന ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ എൻഗേജ്ഡ് ആവുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കമ്പൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ് ഒബ്സെഷൻ, എന്താണ് കമ്പൽഷൻ എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ ഡോട്ടർ ഫോർ ഹെർ ഫാദർ ഈസ് നോൺ എസ്. അതായത് ഒരു ഡോട്ടർക്ക് അല്ലെങ്കിൽ ഒരു മകൾക്ക് അച്ഛനോടുള്ള സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്കറിയാം, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയേ. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇത്. നമുക്ക് ആൻസർ നോക്കാം. ഇലക്ട്ര കോംപ്ലക്സ്. അതായത് ഒരു മകൾക്ക് അച്ഛനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മകന് അമ്മയോടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്തായിരിക്കും പറയുക? ഇതിൽ തന്നെ അതിൻ്റെ ആൻസറിൻ്റെ ഏതായിരിക്കും പറയുക? നമുക്കറിയാം അല്ലേ, ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതിൽ പറയുന്നത് എന്താണ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫീരിയോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരെക്കാളും സ്കിൽസ് കുറവാണ്, നമുക്ക് എല്ലാവരെക്കാളും കഴിവ് കുറവാണ് എന്നൊക്കെയുള്ള ഒരു തോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മളെപ്പോഴും താഴെയാണ്, നമ്മൾക്ക് മുകളിലാണ് എല്ലാവരും എന്ന് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം കേട്ടോ. ഐഡൻറ്റിഫൈ ദ ഡിസോർഡർ. ഏതാണ് ഈ ഡിസോർഡർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. കുറേ സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്ക്ഡ് ഫിയർ ഓഫ് ആങ്സൈറ്റി ഓഫ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഫിയർ ഓഫ് ആങ്സൈറ്റി ഓഫ് ബീയിങ് ഇൻ ഓപ്പൺ സ്പേസസ് ലൈക്ക് പാർക്കിംഗ് ലോട്ട്സ്, ബ്രിഡ്ജസ്, ഫിയർ ഓഫ് ആങ്സൈറ്റി ഓഫ് സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ ഓർ ക്രൗഡഡ് പ്ലേസ്, ഫിയർ ഓഫ് ആങ്സൈറ്റി ഓഫ് ബീയിങ് ഔട്ട്സൈഡ് ഓഫ് ദ ഹൗസ്. പുറത്ത് പോകാനുള്ളൊരു ഭയം, ക്രൗഡഡ് സ്പേസിൽ പോകാനുള്ളൊരു ഭയം, ഓപ്പൺ സ്പേസിൽ പോകാനുള്ളൊരു ഭയം, ഇതിനൊക്കെ എന്താണെന്ന് പറയുക? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസോർഡറിനെ നമ്മൾ എന്താണ് പറയുക? അഗോറഫോബിയ ആണോ, പാനിക് ഡിസോർഡർ ആണോ, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ GAD എന്ന് പറയില്ലേ നമ്മൾ, GAD, അതോ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആണോ? ഏതായിരിക്കും വരിക? നമുക്കറിയാം അല്ലേ, ആൻസർ എന്ന് വരുന്നത് അഗോറഫോബിയ ആണ്. അപ്പോൾ ഇത്രയും സിംറ്റംസ് ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട്? അഗോറഫോബിയനെ ബേസ് ചെയ്തിട്ട്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എപ്പോഴും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഫോബിയാണ് കേട്ടോ. എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ്സ് എ പ്രൈമറി സിംറ്റം ഈസ് കമ്പൾസീവ് പുള്ളിങ് ഓഫ് വൺസ് ഓൺ ഹെയർ ഫ്രം എനിവെയർ ഓൺ ദ ബോഡി. ഹെയർ പുള്ളിങ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് വെറുതെ നമ്മുടെ മുടി അല്ലെങ്കിൽ രോമങ്ങൾ ഇതൊക്കെ പറിച്ചു മാറ്റുക, വെറുതെ ഒരാവശ്യവുമില്ലാണ്ട്. അതിനെന്താണ് പറയുക? ഏതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? ഹോർഡിംഗ് ഡിസോർഡർ ആണോ, ട്രൈക്കോട്ടിലോമാനിയ ആണോ, BDD ആണോ, നാർക്കോലെപ്സി ആണോ? ഏതാണ് വരിക? പറയാൻ പറ്റുമോ?
നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ട്രൈക്കോട്ടിലോമാനിയ അല്ലേ, ഹെയർ പുള്ളിങ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ട്രൈക്കോട്ടിലോമാനിയ എന്നത്. നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും വെറുതെ ഒരു ആവശ്യവുമില്ലാതെ വെറുതെ നമ്മൾ തന്നെ നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു ഡിസീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രൈക്കോട്ടിലോമാനിയ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കുറച്ച് ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പുരിക ആവാം, നമ്മളെ തലമുടി ആവാം, നമ്മളെ കൺപീലി ആവാം, എന്തുമാവാം, നമ്മളെ ഫേഷ്യൽ ഹെയർസ് അടക്കം ഇങ്ങനെ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ദാറ്റ് ഡീൽ വിത്ത് ഫ്രീ അസോസിയേഷൻ? ഏത് കൺസെപ്റ്റാണ് ഫ്രീ അസോസിയേഷൻ ഡീൽ ചെയ്യുന്നത്? ഏതാണ്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ബിഹേവിയറിസം ആണോ, സൈക്കോ അനാലിസിസ് ആണോ, ഫങ്ഷണലിസം ആണോ, സ്ട്രക്ചറലിസം ആണോ? ഒന്ന് പറഞ്ഞേ. നമുക്കറിയാം ബിഹേവിയറിസം കൊണ്ടുവന്നിട്ടുള്ള ആൾ ജോൺ ബി വാട്സൺ ആണ്. സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ള ആൾ ആരാണ്? ഫ്രോയിഡ് ആണ്. ഫങ്ഷണലിസം കൊണ്ടുവന്നിട്ടുള്ളത് വില്യം ജെയിംസ് ആണ്. സ്ട്രക്ചറലിസം വൂണ്ടാണ് അല്ലേ. അപ്പോൾ ഇതിലേത് കൺസെപ്റ്റിലാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മെൻഷൻ ചെയ്യുന്നത്? ഏതാണ്? നമുക്കറിയാം അല്ലേ, ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത് സൈക്കോ അനാലിസിസിൻ്റെ പാർട്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് അവസാന ദിവസങ്ങളാണ്. നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക് യു ഓൾ.